കളമശ്ശേരി സ്ഫോടന കേസിൽ പുതിയ തെളിവുകൾ തേടി പോലീസ്. വിദേശ ഫോൺ കോളുകൾ സംശയാസ്പദം. സ്ഫോടന വസ്തുക്കൾ ക്രമീകരിക്കാൻ വിദഗ്ധരുടെ സഹായം ലഭിച്ചിരുന്നോ എന്നും സംശയമുണ്ട്. പുതിയ തെളിവുകൾ നിർണായകമെങ്കിൽ അനുബന്ധ കുറ്റപത്രം സമർപ്പിച്ചേക്കും. വിവരങ്ങളുമായി കിരൺ കുമാർ ചേരുന്നു. കിരൺ, ഈ കേസിൽ എന്തായാലും കളമശ്ശേരി സ്ഫോടന കേസിലാണ് പുതിയ തെളിവുകൾ പോലീസ് തേടുന്നത്. വിദേശ ഫോൺ കോളുകൾ സംശയാസ്പദമായ നിലയിൽ പോലീസിന് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ടോ? എന്താണ് ഇത്തരമൊരു നീക്കത്തിലേക്ക് നീങ്ങാൻ കാരണം? കിരൺ കുമാർ. വിനോദ്, ഈ കളമശ്ശേരി സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ പിടിയിലായിട്ടുള്ള പ്രതി ഡൊമിനിക് മാർട്ടിൻ മാത്രമാണ് ഈ കേസിലെ ഏക പ്രതി എന്ന വിലയിരുത്തലിൽ അല്ലെങ്കിൽ അത്തരത്തിലൊരു നിഗമനത്തിലായിരുന്നു പോലീസ് ഉണ്ടായിരുന്നത്. ഈ കേസിലെ കുറ്റപത്രവും കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസം സമർപ്പിക്കുകയും ചെയ്തതാണ്. ഇതിനുശേഷമാണ് ഈ കേസിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഉയർന്നിരുന്ന ചില കാര്യങ്ങളിലേക്കും ലഭിച്ചിട്ടുള്ള ചില വിവരങ്ങളിലേക്ക് കൂടി കൂടുതലായിട്ടുള്ളൊരു അന്വേഷണം പോലീസിൻ്റെ ഭാഗത്തു നിന്നും നീങ്ങുന്നത്. പ്രധാനമായിട്ടും ഈ പ്രതി നടത്തിയിട്ടുള്ള വിദേശ കോളുകൾ, ഒപ്പം ഇയാൾക്ക് വിദേശത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ടോ, ഈ ബോംബ് ക്രമീകരിക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും സഹായം അത് വിദേശത്ത് നിന്ന് ഇതിൻ്റെ ക്രമീകരിക്കുന്നതിൻ്റെ ഉപകരണങ്ങൾ വാങ്ങുന്ന രീതിയിലോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടൊക്കെ ലഭിച്ചിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളിലേക്കാണ് കൂടുതലായിട്ട് പരിശോധന നീങ്ങുന്നത്. ഏതായാലും ആദ്യഘട്ടത്തിൽ ഈ കേസിൻ്റെ അന്വേഷണത്തിൽ പോലീസ് അത്തരം ഒരു കാര്യങ്ങളിൽ കൂടുതലായിട്ട് പരിശോധിച്ചിരുന്നില്ല. മാത്രവുമല്ല, ഇയാൾക്ക് മറ്റ് ബന്ധങ്ങളില്ല, വിദേശത്ത് നിന്നുള്ള സഹായങ്ങൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ടില്ല എന്നുള്ളൊരു വിലയിരുത്തലിലേക്കായിരുന്നു പോലീസ് സംഘം കടന്നിരുന്നത്. ഏതായാലും ഈ കാര്യങ്ങളിൽ കൂടി കൂടുതലായിട്ട് പരിശോധന നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരുക്കമാണ് ഏതായാലും ഇപ്പോൾ പോലീസ് സംഘത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. 2023 ഈ യഹോവ സാക്ഷികളുടെ പ്രാർത്ഥന നടക്കുന്ന സമയത്ത് കളമശ്ശേരിയിലെ ഹാളിൽ വെച്ച് സ്ഫോടനമുണ്ടാകുകയും പിന്നീട് ആറ് പേരോളം കൊല്ലപ്പെടുകയും ചെയ്യുന്നതായിട്ടുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും ഈ സംഭവത്തിൽ ഇനി ഈ പ്രതിക്ക് ഏതെങ്കിലും തരത്തിലുള്ള വിദേശ സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യങ്ങൾ തന്നെയാണ് പ്രധാനമായിട്ടും പോലീസ് പരിശോധിക്കുന്നത്. അത്തരത്തിലൊരു സഹായം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അനുബന്ധ കുറ്റപത്രം കൂടി സമർപ്പിക്കാനാണ് പോലീസിൻ്റെ നീക്കം. തീർച്ചയായും കളമശ്ശേരി സ്ഫോടന കേസിലാണ് പോലീസ് തുടർ അന്വേഷണത്തിലേക്ക് നീങ്ങുന്നത്. ആവശ്യമെങ്കിൽ അനുബന്ധ കുറ്റപത്രവും നൽകാൻ പോലീസ് ഒരുങ്ങുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും കിരൺ കുമാർ.